ഇന്ന് സ്ത്രീകൾക്കുള്ള ബസ് സർവീസ് ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഉദ്ഘാടനത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. വാ. സീറ്റ് ഫുള്ളായി, ഒപ്പം തന്നെ ബസ്സിനകത്ത് ആളും ഫുള്ളായി. എന്നിട്ടും പുറത്ത് ഒരുപാട് പേർ ഈ ആദ്യ ട്രിപ്പിൽ കയറാനായി കാത്തു നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ വലിയ തിരക്ക് ഇവിടെ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നത്. അകത്തേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ട്. ഈ അകത്ത് ഈ ഉദ്ഘാടനത്തിന് ശേഷം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് ആളുകളകത്തേക്ക് സ്ത്രീകളകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കൊണ്ടുണ്ട് ഇനിയും അടുത്ത ബസ്സുകളുണ്ട്. ഹൈക്കോടതിയിൽ പോയി ഉടൻ തന്നെ ഈ ബസ് തിരികെ വരും. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കൊന്നും അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ സാരി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടോ? ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ബസ്സിൽ കയറുന്നവർക്ക് ഒരു കിറ്റ് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. ഈ വനിതകൾക്ക് ഒരു കിറ്റ് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ചെറിയ സ്നാക്സ് അല്ലെങ്കിൽ ഭക്ഷണ പ്രതിയും ഒപ്പം ഒരു പത്രവുമാണുള്ളത്. ആ ഒരു കിറ്റാണ് ഇവിടെ ഇപ്പോൾ ഇവർക്ക് ഈ ബസ്സിൽ കയറാനായി എത്തുന്നവർക്ക് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ബസ് നിറഞ്ഞ് കവിഞ്ഞല്ലോ. ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാണ് നിതിൻ? ഇത്രയും തിരക്കെന്താ ബസ്സിൽ? ഇത് അരുൺകുമാർ, ഇത് ഈ തൊട്ടടുത്ത് തന്നെ, അതായത് നമ്മുടെ ബോട്ട് ജെട്ടിയിൽ നിന്നും, എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും ഹൈക്കോടതി ഭാഗത്തേക്ക് പോയി ഉടൻ തന്നെ തിരികെ വരുന്ന ഒരു ബസ്സാണ്. അതായത് അല്പസമയത്തിനകം തന്നെ ഈ ബസ് തിരികെ വരും. അപ്പോൾ അടുത്ത ട്രിപ്പിലുമൊക്കെ ആളുകൾക്ക് കയറാവുന്നതാണ്. പക്ഷേ ആദ്യ ട്രിപ്പിൽ തന്നെ കയറാനുള്ള ഒരു ആളുകളുടെ തിക്കും തിരക്കുമാണ്. നോക്കൂ, ബസ്സിനകത്തേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ വലിയ തോതിലുള്ള തിരക്കാണ് ബസ്സിനകത്തുള്ളത്. ചേച്ചി, ബസ്സിലേക്ക് കയറാൻ പറ്റിയില്ലേ? അവിടെ ഭയങ്കര തിരക്കല്ലേ, ഇവിടുന്ന് കയറാമെന്ന് വിചാരിക്കുക. ഇവിടുന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ ചെയ്യാനാ? ആദ്യത്തെ ട്രിപ്പിൽ തന്നെ പോകാനുള്ള ആദ്യ ട്രിപ്പിൽ തന്നെ പോണം. അതാണല്ലോ അതിന്റെ അത്ര ഇല്ലേ? ഡോക്ടർ അരുൺകുമാർ, ആദ്യ ട്രിപ്പിൽ തന്നെ പോണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബസ്സിൽ എങ്ങനെയായാലും കയറും. ആദ്യ ട്രിപ്പിൽ തന്നെ പോണം. എന്തോ ആദ്യ ട്രിപ്പിൽ തന്നെ അതിനുള്ള ആവേശമുണ്ട്. പക്ഷേ ഇപ്പൊ ബസ് എടുക്കാൻ പോവാണ്. ഇത് തുടക്കത്തില് ഇതിപ്പോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ പരിപാടിയിൽ ഈ ബസ്സിൽ കയറണം. ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ ബസ്സിൽ കയറണം എന്നുള്ള ഇതുണ്ടാവും. അതാണ് അതിൽ ആ വീഡിയോസിൽ പറയുന്നുണ്ടല്ലേ, ഇന്ന് തന്നെ പോണതല്ലേ ത്രില്ല്, ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ പോണാണ് ത്രില്ല് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇനി ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ആവാനാണ് സാധ്യത. രാവിലെ എല്ലാ ട്രിപ്പിലും ഇങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും നല്ലൊരു തീരുമാനമാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ളൊരു സർവീസ്. അത് 50 വയസ്സിൻ്റെ മുകളിലുള്ള പുരുഷന്മാർക്കും ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ പോലുള്ള ഈ ചെറിയ യൂട്യൂബർമാരുടെ വീഡിയോസൊക്കെ അവരുടെ കണ്ണുപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ 50 വയസ്സിൻ്റെ മുകളിലുള്ളവർക്കും ഇത്തരം സേവനങ്ങൾ വേണമെന്നുള്ളതാണ് നമ്മളെയൊക്കെ അഭിപ്രായം. എന്തായാലും ഈ ഒരു പരിപാടി മുന്നോട്ട് നന്നായി തന്നെ പോട്ടെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ. KSRTC ബസ്സിന് നഷ്ടം വന്നു ഇതിൻ്റെ പേരിൽ എന്നുള്ള ഒരു ന്യൂസ് വരാതിരിക്കട്ടെ. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല ഇൻഷാ അല്ലാഹ്. മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മില്ലു റോസ്. ഓക്കെ, അസ്സലാമു അലൈക്കും.